നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് നമുക്ക് ലാപ്ടോപ്പ് ഉള്ളവർക്കെല്ലാം കൂടെ കംപ്ലൈൻറ്റ് വരുന്നതാണ് ലാപ്ടോപ്പിൻ്റെ കീബോർഡ്. അതെങ്ങനെ മാറ്റാം, നമുക്ക് സ്വന്തമായി മാറ്റാമെന്നാണ്. അതുകൊണ്ട് ഈ കീബോർഡ് ഞാൻ വാങ്ങിയത് വെറും 483 രൂപയ്ക്കാണ്. നമ്മൾ കടകളിൽ നിന്ന് ചെല്ലുകയാണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ റിപ്പയർ ഷോറൂമിൽ ചെല്ലുകയാണെങ്കിൽ നമുക്കൊരു 1000-ന് മുകളിലേക്കാവും ഒരു കീബോർഡ് മാറ്റണമെങ്കിൽ. ഇത് വളരെ സിമ്പിൾ, കുറഞ്ഞ ചിലവിൽ എങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ വില 483, ടാക്സും എല്ലാം കൂടി 570 രൂപയായി. നമ്മൾ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ നമ്മൾ ലാപ്ടോപ്പ് ഏതാണോ അതിൻ്റെ മോഡലൂടെ അടിച്ചു കൊടുത്തിട്ട് അത് ബാറ്ററി ആണോ കീബോർഡാണോ ഏതാണെന്ന് വേണ്ടത് അടിച്ചാൽ കറക്റ്റ് അത് വരും. മോഡൽ നമ്പറൂടെ അടിച്ചു കൊടുക്കണേ. വളരെ ഇത് ലോക്കാണ്, ചെറുതായിട്ട് ആ ലോക്ക് പിടിപ്പിച്ച് നമുക്കിത് സിമ്പിളായിട്ട് എടുക്കാം. ചില ലാപ്ടോപ്പിന് സ്ക്രൂ ഉണ്ടാവും, അതിൻ്റെ ലാപ്ടോപ്പിൻ്റെ അടിയിലായിട്ട് സ്ക്രൂ ഉണ്ടാവും, അത് പിടിപ്പിക്കേണ്ടി ചെയ്യും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം. ലോക്കാണ്, ലോക്ക് പിടിപ്പിച്ച് സിമ്പിളായിട്ട് ഇങ്ങനെ എടുക്കാം. ഇത് ഞാൻ യൂട്യൂബൊക്കെ നോക്കി നേരത്തെ പഠിച്ചതാണ്. ഞാനിപ്പോൾ സ്വന്തമായിട്ടാണ് കീബോർഡൊക്കെ മാറ്റുന്നത്. നമ്മൾ പൊടിയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കണം. പൊടിയെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളവിടെ ലോക്കിൽ ശരിക്കും അത് ചേർത്ത് വെക്കണം. നമ്മൾ ലോക്കാക്കുമ്പോഴേ ഫ്രണ്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ലോക്ക് തന്നെ വീണോളും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ കീബോർഡിന് വർക്ക് ചെയ്യുന്നില്ലെന്ന് നോക്കണം. വർക്ക് ചെയ്യാത്ത കീബോർഡാണെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 9 ദിവസത്തിന് നമ്മൾ റിട്ടേൺ ചെയ്യണം. ഞാൻ ഇതിനു മുന്നേ ഇതേപോലെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങി ചെയ്തിട്ടുണ്ട്. യാതൊരു കുഴപ്പമൊന്നുമില്ല. 1 കൊല്ലത്തിന് മുകളിലൊക്കെ ഇരിക്കും. ഈ ലാപ്ടോപ്പ് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 10-14 കൊല്ലമായി. തോഷിബയുടെ ലാപ്ടോപ്പാണ്. ബഹ്റിനിലെ അൻസാർ ഗാലറിയിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഇപ്പം പുതിയ മോഡലാണെങ്കിൽ നിങ്ങൾക്കത് യൂട്യൂബിലുണ്ടാവും അതിൻ്റെ ബാറ്ററി എങ്ങനെ റിമൂവ് ചെയ്യാവുന്നത്. അങ്ങനെ നോക്കി അത് പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ കടകളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ഒരു എമൗണ്ട് വാങ്ങും. ചിലപ്പോൾ 1000-ന് മുകളിലോട്ട് ഒരു 1000 അല്ല 1500 അവർ വാങ്ങും. ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആമസോണും ഫ്ലിപ്കാർട്ടും മാത്രമല്ല, ഒരുപാട് സൈറ്റുകളുണ്ട്. നമ്മൾ മോഡൽ നമ്പർ അടിച്ച് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ ഏത് സൈറ്റിലുള്ളതെന്ന് കാണിക്കും.